Hi friends, നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ടേണിംഗ് പോയിന്റിനെ എൻഡ് ഒന്ന് കളർഫുൾ ആക്കണ്ടേ, പഞ്ചാക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കളർഫുൾ ആക്കാൻ വേണ്ടി പറ്റുക ഫൈനൽ SSLC റിസൾട്ടിൽ ഫുൾ A+ വാങ്ങിക്കൊണ്ടാണ് നമുക്ക് കളർഫുൾ ആക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ എങ്ങനെ നമുക്ക് ഫുൾ A+ വാങ്ങിക്കുക? അതിന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് ഫുൾ A+ കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ? ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സെറ്റ് ടാർഗറ്റ്. നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്താ? നമുക്ക് SSLC ഫൈനൽ റിസൾട്ടിൽ ഫുൾ A+ വേണം. അപ്പോൾ അത് എക്സാം ആകുമ്പോഴേക്ക് വെച്ചാൽ പോരെ, മിസ് ചെയ്യാൻ ടാർഗറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പോരാ. ഇപ്പോഴേ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം പോരാ, അതിന് വേണ്ടി വർക്ക് ചെയ്യും കൂടെ വേണം. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്കൂളിൽ എടുക്കുന്ന കാര്യങ്ങൾ അന്നേ ദിവസം തന്നെ രാത്രി വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കണം. അതേപോലെ തന്നെ നമ്മൾ പഠിക്കാൻ ഓരോ ടൈം ടേബിൾ സെറ്റ് ചെയ്യില്ലേ? ഇന്നത്തെ ദിവസം രാത്രി ഞാൻ ഈ കാര്യങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ ഈ കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ സബ്ജക്ട്സും ഒരേപോലെയാണോ, ഈസി ആണോ? അല്ല, നമുക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് ഓരോ സബ്ജക്റ്റ് ചിലത് ഈസിയാണ്, ചില സബ്ജക്ട്സ് ആണെങ്കിൽ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഏതാണ്, നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് അത് നോക്കിയിട്ട് വേണം നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. അതേസമയം നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ സബ്ജക്റ്റിന് മുകളിൽ നമ്മൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും പോലെ തന്നെ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന സബ്ജക്റ്റിനെയും കൂടെ ഈസി ആക്കി എത്തിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കുറച്ചധികം സമയം ആ സബ്ജക്റ്റിന് മുകളിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയമാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ ഒരു സബ്ജക്റ്റിന് മുകളിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് വീക്കെൻഡ് ഡേയ്സിൽ സാറ്റർഡേ സൺഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്, നമ്മൾ ഏത് സബ്ജക്റ്റിലാണ് വീക്ക് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. നമുക്ക് എന്തുകൊണ്ടാണ് ഒരു സബ്ജക്റ്റ് ഡിഫിക്കൽട്ടായി തോന്നുന്നത്? നമുക്ക് ആ സബ്ജക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് അറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നാനുള്ള കാരണം. ഇപ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും മാത്സ് ആയിരിക്കും കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. കാരണം ചെയ്ത് പഠിക്കണ്ടേ. അപ്പോൾ മാത്സ് ആയിരിക്കും മെജോറിറ്റി പേർക്കും കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാനുള്ള സബ്ജക്റ്റ്. കുറച്ച് പേർക്കൊക്കെ ഫിസിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ കെമിസ്ട്രി ആയിരിക്കാം. അപ്പോൾ ഏതാണോ നമ്മുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടത് നമ്മുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് പഠിക്കുമ്പം നിങ്ങളുടെ മൈൻഡിലേക്ക് വേറെ ഒരു നെഗറ്റീവ് തോട്ട്സും വരാൻ വേണ്ടി പാടില്ല. അപ്പോൾ കുറച്ച് പേരൊക്കെ ചിന്തിക്കും, ഞാൻ ഇത്രയും സമയം ഈ ഒരു സബ്ജക്റ്റിന് മുകളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ബാക്കി സബ്ജക്ട്സ് പഠിക്കാനുള്ള സമയമാണ് പോകുന്നത്. ഈ ഒറ്റ സബ്ജക്റ്റ് പഠിക്കുന്ന നേരം കൊണ്ട് എനിക്ക് ബാക്കി 2 സബ്ജക്ട്സ് പഠിച്ചു തീർക്കാമായിരുന്നു. അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഒന്നും വരാൻ വേണ്ടി പാടില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ആ സബ്ജക്റ്റിന് മുകളിൽ അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്? നമുക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും പോലെ തന്നെ ആ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എത്ര കാലം നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന് മുകളിൽ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം വരെ സ്പെൻഡ് ചെയ്യണം മിസ്സേ? ആവശ്യമില്ല. നമുക്ക് ആ സബ്ജക്റ്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കഷ്ടപ്പെട്ടാൽ മാത്രം മതി. സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊന്ന് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി സബ്ജക്റ്റ് പോലെ തന്നെ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന സബ്ജക്റ്റിനെ എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റിൻ്റെ മുകളിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത് മിസ് പ്രോമിസ് ചെയ്യാം. അപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വേണം ആദ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ മാത്സ് ഒക്കെയാണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് എങ്കിലും മാത്സിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഒറ്റ പ്രാവശ്യമൊക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ആൻസർ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് സ്റ്റക്കായി പോകും. അങ്ങനെ സ്റ്റക്കായി പോകുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ പുറകോട്ട് പോയിട്ട് പഠിച്ച് നോക്കുക, നമ്മൾ എവിടെയാണ് സ്റ്റക്കായി പോയത്, എന്തുകൊണ്ടാണ് സ്റ്റക്കായി പോയതെന്ന്. എന്നിട്ട് അത് നമ്മൾ പരിഹരിച്ചിട്ട് വീണ്ടും വന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ സോൾവ് ചിലപ്പോൾ നമുക്ക് കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടാതെ വരുന്ന സമയത്ത് ആരും ടെൻഷനാവരുത്, മടുത്ത് പോവരുത്. കാരണം നമുക്കിങ്ങനെ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല ഫ്ലോയിൽ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് കിട്ടിയില്ല, 2 പ്രാവശ്യം ചെയ്ത് നമുക്ക് കിട്ടിയില്ല, 3ാമത്തെ പ്രാവശ്യം ചെയ്ത് കിട്ടിയില്ല എന്ന് തോന്നുന്ന സമയത്ത് ഒരിക്കലും അവിടെ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിച്ചിട്ട് ഇട്ടിട്ട് പോവരുത്. നമ്മളെക്കൊണ്ട് പറ്റും. ബാക്കി എല്ലാ സബ്ജക്ട്സും നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റില്ല? നമുക്ക് എല്ലാവർക്കും പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആരും മടുത്ത് പോവാതെ
ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് കാര്യം അതാണ്, നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റിന് മുകളിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് ബാക്കി സബ്ജക്ട്സ് പോലെ തന്നെ ഈസി ആക്കി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഉറപ്പായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ അല്ലേ. ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഇന്ന് ബയോളജി പഠിക്കാം, അല്ലെങ്കിൽ ഇന്ന് കെമിസ്ട്രി പഠിക്കാം, അല്ലെങ്കിൽ വേണ്ട ഫിസിക്സ് പഠിക്കാം, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു പ്ലാൻ അവിടെ വർക്കൗട്ട് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യുകയാണെങ്കിലും പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ ഒരു ടൈം ടേബിളാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സ്കൂളിലുള്ള ദിവസത്തെ ടൈം ടേബിളാണ് മിസ് ആദ്യം പറഞ്ഞിരുന്നത്. രാവിലെ നമുക്ക് 6 മണിക്ക് എണീക്കാം. 6 മണിക്ക് എണീറ്റിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വാമപ്പ് ആവാം. നമ്മുടെ ബോഡിയും അതേപോലെ ബ്രെയിനൊക്കെ ഒന്ന് വാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ, നിങ്ങൾ എന്താണോ ചെയ്യാറുള്ളത് അത് നമുക്ക് ചെയ്യാം. അപ്പോൾ രാവിലെ 6 മണിക്ക് എണീക്കുക. എന്നിട്ട് നമ്മളൊരു 6:45 ആകുമ്പോഴേക്കും കുളിച്ച് നിങ്ങൾ ഫ്രഷ് ആയി വരിക. എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷൊക്കെ ആയി വന്നിട്ട് 6:45 നമുക്ക് പഠിക്കാനിരിക്കാം. അപ്പോൾ 6:45 to 7:45 നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ തലേ ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമാണ് രാവിലത്തെ സമയം. അപ്പം നമ്മുടെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് രാവിലത്തെ സമയമാണ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്നാണ്. കാരണം എന്താ, നമ്മൾ ഉറങ്ങി എണീറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നല്ല ഫ്രഷ് ആയിരിക്കും. അപ്പോൾ എന്ത് കാര്യം നമ്മൾ ഒറ്റയടിക്ക് വായിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ എണീറ്റ് പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ പറയാനുള്ള കാരണം. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, രാവിലെ എണീറ്റിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ 6:45 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമാണ് അല്ലേ. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസം ടൈം ടേബിളാണ് മിസ് ആദ്യം പറയുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആരും ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ടും കഴിക്കണം. കാരണം എന്താ, നമുക്ക് സ്കൂളിൽ പോയിട്ട് പഠിക്കണമെങ്കിൽ എനർജി വേണം അല്ലേ, നമ്മുടെ ബ്രെയിൻ എനർജി വേണം അല്ലേ. ബ്രെയിൻ എനർജി ഇല്ലെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്യോ ഇല്ല. അപ്പോൾ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കണ്ടേ, എനർജി നമ്മൾ കൊടുക്കണ്ടേ. അപ്പോൾ ആ എനർജി കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരാൾ ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നമ്മൾ 8:15 to 4 മണി വരെ നമ്മൾ സ്കൂൾ ടൈമാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയിട്ട് പഠിക്കാം, നമ്മുടെ ഫ്രണ്ട്സിനൂടെ കളിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ 4 മണി വരെ സ്കൂൾ ടൈമാണ്. അപ്പോൾ 4 മണിക്ക് നിങ്ങൾ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കാനുള്ള സമയമാണ്. കളിക്കാം, ചായ കുടിക്കാം, അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരോട് സംസാരിക്കാം, അതിനൊക്കെയുള്ള സമയമാണ് 6 മണി വരെ. അപ്പോൾ 6 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, കുളിച്ച് നല്ല ഫ്രഷൊക്കെ ആയിട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് നല്ല ഫ്രഷൊക്കെ ആയിട്ട് വന്നാൽ പഠിക്കാനിരിക്കാം. നമുക്ക് സ്റ്റഡി ടൈമാണ് 8:30 വരെ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒന്നായിട്ട് ഇരുന്ന് പഠിക്കുകയാണോ ചെയ്യുക, അല്ല നമുക്ക് കുഞ്ഞു ബ്രേക്കുകളൊക്കെ എടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് പഠിച്ചിട്ട് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം, വീണ്ടും 20 മിനിറ്റ്സ് പഠിച്ചിട്ട് 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഒന്നായിട്ടിരുന്ന് നമ്മൾ ബ്രേക്ക് എടുക്കാതെ പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആയിക്കോളുന്നില്ല. നമ്മുടെ ബ്രെയിൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ബ്രെയിൻ നല്ല ടയർഡായി പോകും. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ്സ് പഠിക്കുക, 10 മിനിറ്റ്സ് ബ്രേക്ക്, 20 മിനിറ്റ്സ് പഠിക്കുക, 10 മിനിറ്റ്സ് ബ്രേക്ക്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഹോംവർക്ക് ചെയ്യാനുള്ള ടൈമും കൂടിയാണ് നമ്മുടെ ഈ ടൈം. അപ്പോൾ ഹോംവർക്ക് മസ്റ്റായിട്ടും ചെയ്യുക. നമ്മൾ എന്തിനാണ് ഹോംവർക്ക് ചെയ്യുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തറവാൻ വേണ്ടി, ഒന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ് ഹോംവർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹോംവർക്ക് എല്ലാവരും ചെയ്യാം. അപ്പം 8:30 നമ്മൾ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 8:30 to 9:30 നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ കുറേ സമയമുണ്ട് നിങ്ങൾക്ക് ഫാമിലിനോടൊക്കെ സംസാരിച്ച് അതേപോലെ സിബ്ലിങ്സിൻ്റെ കൂടെയൊക്കെ കളിച്ച് ഫുഡൊക്കെ കഴിച്ച് വരാനുള്ള ടൈമുണ്ട്. അപ്പം 9:30 ഫുഡ് കഴിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിവിഷനുള്ള ടൈമാണ്. നമ്മൾ അന്നത്തെ ദിവസം സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് എന്നീ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാം. അത് കൂടാതെ നൈറ്റിൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് പഠിച്ചില്ലേ, ആ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനുള്ള ടൈമാണ് നമുക്ക് 9:30 എന്നുള്ള ടൈം. അതേപോലെ 9:30 to 10:30 ഉണ്ട്. 10:30 നമ്മൾ അടുത്ത ദിവസത്തേക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യുകയാണെങ്കിലും പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ രാവിലെ എണീറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുക, എത്ര സമയം പഠിക്കും എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. ഒരിക്കലും അടുത്ത ദിവസം രാവിലെ എണീറ്റിട്ട് ആലോചിക്കാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു പ്ലാൻ നമുക്ക് വർക്ക് ആയിക്കൊള്ളണം എന്നില്ല. അപ്പം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, ഈ നാളെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറ്റി ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ 10:30 നമുക്ക് ഉറങ്ങാനുള്ള സമയമാണ്. 10:30 നിങ്ങൾ പോയിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ രാത്രി ഒരിക്കലും ഒരുപാട് സമയം വേസ്റ്റ് ചെയ്തിരിക്കരുത്. കാരണം രാത്രി നമ്മൾ ഉറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീക്കാൻ ലേറ്റ് ആവും അല്ലേ. അപ്പോൾ രാത്രി ഒരുപാട് ലേറ്റ് ആവാതെ 10:30 തന്നെ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കാം.
അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് സ്കൂളിലെ ദിവസങ്ങളിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ടൈം ടേബിളാണ് അല്ലേ. നമുക്ക് വീക്കെൻഡ് ഡേയ്സിലേക്ക് ടൈം ടേബിൾ വേണ്ടേ? അപ്പോൾ വീക്കെൻഡ് ഡേയ്സ് ആകുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറേ കൂടെ സമയം കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാൻ കുറേ കൂടെ സമയം കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ടൈം ടേബിൾ. അപ്പോൾ ലീവുള്ള ദിവസമല്ലേ മിസ്സേ കുറച്ചും കൂടെ നേരം കടന്നുറങ്ങട്ടെ? യെസ്. അപ്പോൾ നിങ്ങളെല്ലാവരും പറയൂ അല്ലേ. അപ്പോൾ 7 മണിക്ക് എണീറ്റാൽ മതി. 7 മണിക്ക് എണീക്കുക. ദെൻ 7 to 7:45 വരെ നമുക്ക് യോഗ മെഡിറ്റേഷൻ നിങ്ങളൊന്ന് വാമപ്പ് ആയിട്ട് വരാം. ദെൻ 7:45 വാമപ്പ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു 8 to 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമാണ്. 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 12:30 വരെ സ്റ്റഡി ടൈമാണ്. അപ്പം 8:30 to 12:30 മിസ്സേ കണ്ടിന്യൂസ് എങ്ങനെയാണ് പഠിക്കുക ചോദിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് അല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഓരോ 20 മിനിറ്റ്സ് ആയിട്ടാണ് പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് 20 മിനിറ്റ്സ് പഠിക്കുക, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക്, പിന്നെ 20 മിനിറ്റ്സ് പഠിക്കുക, 10 മിനിറ്റ്സ് ബ്രേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് അതേപോലെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റും അതേപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റും അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ടൈം ക്രമീകരിച്ച് ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 12:30 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 12:30 to 1:30 നമുക്ക് ലഞ്ച് ടൈമാണ്. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം. അപ്പോൾ 1:30 ഫുഡ് കഴിച്ച ഉടനെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, നമുക്ക് കുറച്ചൊരു മടി വരും അല്ലേ. അപ്പോൾ 1:30 to 2 o'clock നിങ്ങൾക്കൊരു പവർ നാപ്പ് എടുക്കാം. അതായത് പോയിട്ട് കുറച്ച് കിടന്ന് ഉറങ്ങിയിട്ട് വരാം. ഒരു ½ an hour നിങ്ങൾക്ക് ഉറങ്ങിയിട്ട് വരാം. അപ്പോൾ ആ ½ an hour എന്നുള്ളത് ഒരു 1.5 hour 2.5 hour ആവരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അന്ന് ദിവസം ഒന്നും പഠിക്കാൻ പറ്റില്ല. നമ്മുടെ ബ്രെയിൻ ഫുള്ള് ടയർഡാക്കി നമുക്ക് ഫുള്ള് മടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അരമണിക്കൂർ മാത്രം കിടന്നുറങ്ങും. നിങ്ങൾ അലാം വെച്ചിട്ടൊക്കെ കിടന്നുറങ്ങിക്കോ. ഒരു ½ an hour കിടന്നുറങ്ങുക. ½ an hour കിടന്നുറങ്ങി കഴിഞ്ഞാൽ 2 to 4 PM നമുക്ക് റിവിഷൻ ടൈമാണ്. നമ്മൾ അന്നത്തെ ദിവസം രാവിലെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഒരു കാര്യവും നമ്മൾ മറന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പോൾ റിവൈസ് ചെയ്യാനുള്ള ടൈമാണ് നമുക്ക് 2 to 4 PM. അപ്പോൾ 4 മണി വരെ പഠിച്ചു കഴിഞ്ഞാൽ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്ത് വേണം? ഈവനിങ് ആയി കഴിഞ്ഞാൽ കളിക്കാൻ പോകണം അല്ലേ. അപ്പോൾ 4 മണി to 6 മണി നമുക്ക് കളിക്കാനുള്ള ടൈമാണ്. കളിക്കാം, അതേപോലെ ചായ കുടിക്കാൻ 2 മണിക്കൂറുണ്ട്. കളിച്ച് ചായ കുടിച്ച് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോടൊക്കെ സംസാരിക്കാനുള്ള ടൈമാണ് നമ്മുടെ 4 to 6 മണി. അപ്പോൾ 6 മണിക്ക് നിങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് പോയി ഫ്രഷായി വന്നിട്ട് നമുക്ക് 6:15 വീണ്ടും പഠിക്കാനിരിക്കാം. അതേപോലെ തന്നെ 8 മണി വരെ നമ്മൾ പഠിക്കും. അപ്പം പഠിക്കാനുള്ള ടൈമാണ്. അതേപോലെ തന്നെ അടുത്ത ദിവസത്തേക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ആ ഹോംവർക്ക് ഒക്കെ ചെയ്യാനുള്ള ടൈമാണ് നമ്മുടെ ഈ ടൈം, 8 മണി വരെയുള്ള ടൈമാണ്. അപ്പോൾ 8 മണി ടു നമ്മുടെ 9 മണി വരെ ഡിന്നർ കഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് എന്താ റിലാക്സ് ചെയ്തിട്ട് പഠിക്കാം. റിലാക്സ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുക, അതേപോലെ റിലാക്സ് ചെയ്ത് പഠിക്കുക നമുക്ക് വീക്കെൻഡിലുള്ള ദിവസമാണെങ്കിൽ. അപ്പം 9 to 10 വരെ നമുക്ക് വീണ്ടും സ്റ്റഡി ടൈമാണ്. പഠിക്കാം, അതേപോലെ തന്നെ റിവൈസ് ചെയ്യുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യുന്നു അത്രയും ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ നമുക്ക് 9 to 10:30 നമ്മൾ പറഞ്ഞു റിവിഷൻ ടൈമാണ്. ദെൻ 10:30 നമ്മൾ പ്ലാൻ ചെയ്യുക. അടുത്ത ദിവസം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീക്കെൻഡ് ആണെങ്കിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ടുണ്ടാവും അല്ലേ. അപ്പം അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. കറക്റ്റ് 10:30 ആകുന്ന സമയത്ത് നമ്മൾ പോയിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ എൻഡിൽ ഒരു ഫുൾ A+ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും.